നമസ്കാരം. ഓൾ ഇന്ത്യ ബാങ്ക് പെൻഷനേഴ്സ് ആൻഡ് റിട്ടയറീസ് കോൺഫെഡറേഷൻ ത്രൈവാർഷിക സമ്മേളനം എറണാകുളത്ത് വെച്ച് നടന്നു. രാജ്യത്തെ വിവിധ ബാങ്കുകളിൽ നിന്നും വിരമിച്ച ഓഫീസർമാരുടെ ദേശീയ സംഘടനയായ ഓൾ ഇന്ത്യ ബാങ്ക് പെൻഷനേഴ്സ് ആൻഡ് റിട്ടയറീസ് കോൺഫെഡറേഷന്റെ 5ാമത് ത്രൈവാർഷിക ദ്വിദിന ദേശീയ സമ്മേളനം എറണാകുളം ടൗൺ ഹാളിൽ ജസ്റ്റിസ് വി ജി അരുൺ ഉദ്ഘാടനം ചെയ്തു. വലിയ തോതിൽ പങ്കെടുത്ത പ്രതിനിധികളെ അഭിനന്ദിച്ച് ജസ്റ്റിസ് വി ജി അരുൺ അത് ഐക്യത്തിൻ്റെയും കൂട്ടായ്മയുടെയും പ്രതിഫലമാണെന്ന് പറഞ്ഞു. That I am addressing the architects who built the strong foundation of modern Indian banking through decades of dedicated service. I salute you. During your long tenure, you have navigated economic and administrative reforms, technological revolutions, and countless other challenges with wisdom, integrity, and unwavering commitment. Even in retirement, your guidance, insights, and mentorship continues to be an inspiration to serving officers and future bankers. As the definition of banking in the Banking Regulation Act itself shows, banking business is founded on absolute trust, requiring the officers and employees to be of exceptional integrity. This precisely is the reason for placing bankers on a higher pedestal than others, evidenced by the Bankers Book Evidence Act, portions of the Bankers Book Evidence Act and other enactments. വിരമിച്ച ബാങ്ക് ഉദ്യോഗസ്ഥരാണ് ആധുനിക ബാങ്കിംഗ് ശില്പികളെന്നും അവരുടെ സേവനം പുതിയ തലമുറയ്ക്ക് പ്രചോദനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ബാങ്കിംഗ് മേഖല വിശ്വാസത്തിൻ്റെയും സത്യസന്ധതയുടെയും മേൽ അധിഷ്ഠിതമാണെന്നും വിരമിച്ച ഉദ്യോഗസ്ഥരുടെ പെൻഷൻ പുതുക്കൽ, മറ്റ് ആനുകൂല്യങ്ങൾ, മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം കുറയ്ക്കൽ തുടങ്ങിയ ആവശ്യങ്ങളിൽ അടിയന്തര പരിഹാരം വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യകതയും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. 3000-ഓളം വരുന്ന മുതിർന്ന അംഗങ്ങൾ കാഴ്ചവെച്ച ഉജ്ജ്വല പ്രകടനം അവരുടെ ശക്തിയും ഒപ്പം തങ്ങളോടുള്ള അവഗണനയ്ക്കെതിരെയുള്ള രോഷപ്രകടനമായി മാറി. പൊതുസമ്മേളനത്തിൽ നേതാക്കളായ കെ വി ആചാര്യ, സുപ്രിയ സർക്കാർ, ആർ ശേഖർ, ഹർവീന്ദർ സിംഗ്, എസ് അനിൽ, ശ്രീനാഥ് ഇന്ദ്രചൂഡൻ, പി കെ സർക്കാർ, ടോം തോമസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് 10 മണിക്ക് അംഗങ്ങൾ അവതരിപ്പിച്ച തിരുവാതിരയെ തുടർന്ന് പ്രതിനിധി സമ്മേളനം പ്രസിഡന്റ് കെ വി ആചാര്യയുടെ അധ്യക്ഷതയിൽ ആരംഭിച്ചു. കേരള ഘടകം പ്രസിഡന്റും സ്വാഗതസംഘം ചെയർമാനുമായ ടോം തോമസ് സ്വാഗതം ആശംസിച്ചു. പ്രസിഡന്റ് കെ വി ആചാര്യ സമ്മേളനത്തിന്റെ മികച്ച ഒരുക്കങ്ങളെ അഭിനന്ദിച്ചു. അന്തരിച്ച എ മനോഹർ, എം സി സിഗ്ല എന്നിവരുടെ സംഭാവനകൾ അനുസ്മരിക്കുകയും പെൻഷൻ അപ്ഡേഷൻ വിഷയത്തിൽ അനുകൂല വിധി രക്ഷിക്കുന്നതായി അറിയിക്കുകയും ചെയ്തു. സ്വാഗത സംഘം ജനറൽ കൺവീനർ ബി ശ്രീകുമാർ, പബ്ലിസിറ്റി കമ്മിറ്റി കൺവീനർ അബ്ദുൽ നാസർ MP എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി.